ഹായ് ഓൾ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വിവാഹ കാര്യത്തെ പറ്റി ചോദിക്കുന്ന സമയത്ത് പലരിൽ നിന്നും കേൾക്കുന്നതാണ് ചൊവ്വാദോഷത്തെ കുറിച്ച്. ജാതകത്തിലും പൊരുത്തങ്ങളിലുമെല്ലാം വിശ്വസിക്കുന്നവർക്ക് ഇത് വലിയൊരു പ്രശ്നം തന്നെയാണ്. എന്നാൽ ഇത്തരം കാര്യങ്ങളിൽ വിശ്വസിക്കാത്തവർ ചൊവ്വാദോഷത്തെ പറ്റി ചിന്തിക്കാറുമില്ല. വിശ്വാസമോ അവിശ്വാസമോ എന്തുമാകട്ടെ, ജാതകത്തിലെ പ്രധാന ദോഷങ്ങളിൽ ഒന്നാണ് ചൊവ്വാദോഷം. വിവാഹ കാര്യങ്ങൾക്ക് ഏറെ തടസ്സവും ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കുന്നതിന് പ്രധാന കാരണങ്ങളിൽ ഒന്നാണിത്. ആ പെൺകുട്ടിക്ക് ചൊവ്വാദോഷം ഉള്ളതുകൊണ്ടാണ് വിവാഹം നടക്കാത്തത്. ചൊവ്വാദോഷം ഉള്ളതുകൊണ്ടാണ് ആ കുട്ടിയുടെ ഭർത്താവ് മരിച്ചത്. ചൊവ്വാദോഷം ഉള്ളതുകൊണ്ടാണ് തമ്മിൽ പിരിയേണ്ടി വന്നത് തുടങ്ങി വിവാഹ കാര്യത്തെക്കുറിച്ച് ചോദിച്ചാൽ സർവ്വസാധാരണമായി കേൾക്കുന്ന മറുപടികളാണിത്. ഇത്രയ്ക്ക് ഉപദ്രവകാരിയാണ് ചൊവ്വാഗ്രഹം എന്ന് തോന്നിയിട്ടുണ്ടോ? ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും വിവാഹ കാര്യത്തിൽ ഉറക്കം കെടുത്തുന്നതാണ് ചൊവ്വാദോഷമെന്ന് പറയേണ്ടതില്ല. എന്നാൽ എന്താണ് ചൊവ്വാദോഷമെന്ന് നിങ്ങൾക്ക് അറിയാമോ? എന്തുകൊണ്ടാണ് ചൊവ്വാദോഷത്തിന് ഇത്രയധികം പഴി കേൾക്കേണ്ടി വരുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഈ കാര്യങ്ങളെ കുറിച്ചാണ്. ജ്യോതിഷത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ് ചൊവ്വാദോഷം. വിവാഹത്തിന് ജാതക പൊരുത്തം നോക്കുമ്പോൾ മാത്രമേ ചൊവ്വാദോഷത്തിന് പ്രസക്തിയുള്ളൂ. ജ്യോതിഷപ്രകാരം ഏറ്റവും കൂടുതൽ പാപമുള്ള ഗ്രഹമാണ് ചൊവ്വ. ഹൈന്ദവ വിശ്വാസപ്രകാരം വിവാഹ പൊരുത്തം നോക്കുന്നതിൽ പാപസാമ്യം എന്ന കാര്യത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. സ്ത്രീയുടെയും പുരുഷന്റെയും ഗ്രഹനിലകളെ അടിസ്ഥാനമാക്കിയാണ് ഇത് നിശ്ചയിക്കുന്നത്. ഗ്രഹനിലയിൽ ലഗ്നാലോ ചന്ദ്രാലോ ശുക്രാലോ 2, 12, 4, 7, 8 എന്നീ ഭാവങ്ങളിൽ ചൊവ്വ നിന്നാലാണ് ചൊവ്വാദോഷമുള്ളതായി കണക്കാക്കുന്നത്. 2ന് മുകളിലുള്ള ഭാവങ്ങളിൽ ഏറെ ദോഷമായിട്ടാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് വിവാഹത്തിന് പൊരുത്തം നോക്കുമ്പോൾ ചൊവ്വാദോഷമുള്ള ജാതകത്തിന് ചൊവ്വാദോഷമുള്ള ജാതകം തന്നെ ചേർക്കണം. സ്ത്രീ ജാതകത്തിൽ ചൊവ്വാദോഷം വന്നാൽ ഭർത്താവിനും, പുരുഷ ജാതകത്തിൽ ചൊവ്വാദോഷമുണ്ടെങ്കിൽ ഭാര്യയ്ക്കും നന്നല്ല എന്നാണ് പൊതുവെയുള്ള അഭിപ്രായം. എന്നാൽ എല്ലാ ജാതകങ്ങളിലും ചൊവ്വ അത്രത്തോളം ദോഷകാരിയല്ല എന്ന് പ്രത്യേകം അറിഞ്ഞിരിക്കണം. ചൊവ്വാദോഷം കൊണ്ട് മാത്രം വൈദവ്യമോ വേർപാടോ ഉണ്ടാകണമെന്നില്ല. ആയുസ്, 7ാം ഭാവത്തിന്റെയും ഭാവാധിപന്റെയും ബലം, വിവാഹകാരകനായ ശുക്രന്റെ ബലം ഇവ കൂടി കണക്കിലെടുക്കേണ്ടതാണ്. സ്ത്രീ ജാതകത്തിൽ ലഗ്നത്തിൽ നിന്ന് 7, 8 ഭാവങ്ങളിൽ നിൽക്കുന്ന ചൊവ്വയാണ് വലിയ ദോഷമായി കണക്കാക്കുന്നത്. അതിന് ജ്യോതിഷത്തിൽ പറയുന്ന പരിഹാരം 7ാം ഭാവത്തിൽ ചൊവ്വയോ ഒന്നിലധികം പാപഗ്രഹങ്ങളോ നിൽക്കുന്ന പുരുഷ ജാതകം ഒന്നിപ്പിക്കാം എന്നു മാത്രമാണ്. ചൊവ്വാദോഷമുണ്ടെങ്കിലും അതിന് ശുഭഗ്രഹ ബന്ധമുണ്ടെങ്കിൽ ചൊവ്വ ശുഭനായി തീരും. ആ ചൊവ്വ ഭർത്താവിന് ഐശ്വര്യവും സമ്പത്തും ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യും. അതുപോലെ തന്നെ 7ാം ഭാവം മകരമോ കർക്കിടകമോ ആയാലും ദോഷമില്ല. ചൊവ്വ യോഗകാരകനാണെങ്കിൽ അവിടെ ചൊവ്വാദോഷമുണ്ടെന്ന് പറഞ്ഞുകൂടാ. കർക്കിടക ലഗ്നത്തിൽ ചൊവ്വ കേന്ദ്ര ത്രികോണാധിപനാണ്. അതേപോലെ ചൊവ്വ സ്വക്ഷേത്രത്തിലോ ഉച്ചത്തിലോ ബന്ധുക്ഷേത്രത്തിലോ നിന്നാലും ദോഷം കൽപ്പിക്കാനാവില്ല. വിവാഹത്തിനായി സ്ത്രീ പുരുഷ ജാതക പൊരുത്തം നോക്കുമ്പോൾ മാത്രമാണ് ചൊവ്വാദോഷത്തിന് പ്രസക്തി ഉണ്ടാകുന്നത്. ഇനി ചൊവ്വയുടെ സ്ഥാനവും ഫലങ്ങളും നോക്കാം. 1. ചെറിയ കാരണങ്ങൾക്ക് പോലും ദേഷ്യം, മത്സര സ്വഭാവം, താൻപോരിമ, അധികാരം അടിച്ചേൽപ്പിക്കൽ എന്നിവയുണ്ടാകും. 2. സൗഹൃദമില്ലാത്ത സംസാരം, പിശുക്ക്, ധനത്തെ ചൊല്ലി വാക്കേറ്റം. 4. തൊഴിൽ സംബന്ധമായി അടിക്കടിയുള്ള മാറ്റം, തർക്കങ്ങൾ, കുടുംബ അസ്വസ്ഥതകൾ. 7. ഭാര്യയ്ക്ക് രോഗം, ഭാര്യയുമായി ചേർച്ചയില്ലായ്മ, ഭാര്യാമരണം എന്നിവ ഉറപ്പ്. 9. ദുരിതം, ഭർത്തൃമരണം, ഭർത്താവിന് രോഗം, കുടുംബ അസ്വസ്ഥത, അപകടങ്ങൾ. 12. ധനനഷ്ടം, അടിച്ചമർത്തപ്പെടൽ, അനാവശ്യ വഴക്കുകൾ, കുടുംബ സ്വസ്ഥത കുറവ്. ഇനി ഇതിന്റെ പരിഹാരങ്ങളെ കുറിച്ച് നോക്കാം. ചൊവ്വാദോഷം അകറ്റുന്നതിന് ഹനുമത് പ്രീതിക്കായി ചൊവ്വാഴ്ച വ്രതം അനുഷ്ഠിക്കാറുണ്ട്. ഈ ദിവസം വ്രതം അനുഷ്ഠിച്ചാൽ ദേവി, ഹനുമാൻ, സുബ്രഹ്മണ്യൻ എന്നീ ദേവതകളുടെ അനുഗ്രഹമുണ്ടാകുമെന്നാണ് വിശ്വാസം. ജാതകത്തിൽ ചൊവ്വാദോഷമുള്ളവർ ഈ വ്രതം അനുഷ്ഠിച്ചാൽ ദോഷകാഠിന്യം കുറയുമെന്നും പറയപ്പെടുന്നു. ഇനി വ്രതം അനുഷ്ഠിക്കേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം. ഈ വ്രതം അനുഷ്ഠിക്കാൻ ഉദ്ദേശിക്കുന്നവർ തിങ്കളാഴ്ച തന്നെ ശുദ്ധിയാകുക. ചൊവ്വാഴ്ച അതിരാവിലെ എഴുന്നേറ്റ് കുളി കഴിഞ്ഞ് ദേവി, ഹനുമാൻ, സുബ്രഹ്മണ്യൻ എന്നിവരുടെ ഏതെങ്കിലും ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക. ഈ ദിവസം ഒരിക്കലൂണാണ് നല്ലത്. പകൽ ഉപവസിക്കുന്നത് ഉത്തമം. രാത്രിയിൽ ഉപ്പ് ചേർക്കാത്ത ആഹാരം കഴിക്കുക. പിറ്റേ ദിവസം പുലർച്ചെ എഴുന്നേറ്റ് കുളി കഴിഞ്ഞ് ക്ഷേത്ര ദർശനം നടത്തുന്നതോടെ വ്രതം പൂർത്തിയാകും. മനപ്പൊരുത്തമാണ് ഏറ്റവും വലിയ പൊരുത്തമെന്ന് വിശ്വസിക്കുന്നവരാണ് ഇന്നത്തെ തലമുറ. അതുകൊണ്ട് തന്നെ ഇന്ന് മിക്കവരും ഇത്തരം കാര്യങ്ങൾക്ക് പ്രാധാന്യം കൽപ്പിക്കാറില്ല.
വിശ്വാസത്തിന്റെയും അവിശ്വാസത്തിന്റെയും ഭാഗമായി ഇതിനെ വിലയിരുത്തുന്നവരുണ്ട്. എങ്ങനെയെല്ലാമാണെങ്കിലും ജ്യോതിഷം എന്നത് ശാസ്ത്രമാണ്. ആ ശാസ്ത്രപ്രകാരമുള്ള കാര്യങ്ങളിൽ വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനും ഓരോ വ്യക്തിക്കും അധികാരവുമുണ്ട്. എന്നിരുന്നാലും ഇങ്ങനെയുള്ള അറിവുകൾ ചിലപ്പോഴെങ്കിലും നമ്മളെ രക്ഷിക്കുമെന്നും പറയാതിരിക്കാൻ വയ്യ.